السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയ സഹോദരിമാരെ, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഔദു നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റമായിരുന്നു അല്ലേ? നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു സമയത്തും നമുക്ക് ചീത്ത ചിന്തകൾ വരികയാണെങ്കിലും മറ്റുള്ളവരോട് ദേഷ്യം, അതുപോലെ അസൂയ, ഇങ്ങനെയുള്ള എന്തൊക്കെ നെഗറ്റീവ് ചിന്തകളും അതുപോലെ നെഗറ്റീവ് പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടോ, ആ സമയത്തെല്ലാം നമുക്ക് കൂട്ടുപിടിക്കാവുന്ന ഒരു ഉം, ഒരു സഹായമാണ് ഔദ് എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അൽഹംദുലില്ലാ. ഔദു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ഇൻഷാ അല്ലാ. അല്ലേ? ഷെയ്ത്താനെ തൊട്ട് അകറ്റി നിർത്താൻ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൈകളിൽ ഏൽപ്പിക്കുകയാണ്. അള്ളാഹുവിനല്ലാതെ ഷെയ്ത്താനെ ഒഴിവാക്കി തരാൻ കഴിയൂല. അപ്പൊ നമ്മൾ ഒഴിവാക്കാൻ കഴിയുന്ന ആളുടെ കയ്യിൽ നമ്മൾ ഏൽപ്പിക്കുകയാണ്. അള്ളാഹുവെ, ഷെയ്ത്താന്റെ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്, അവന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു അല്ലെ? ഇതുപോലെ തന്നെ ഉള്ള മറ്റൊരു ദിക്റാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, അഥവാ ആയത്താണ്. ബിസ്മി ചൊല്ലുമ്പോൾ എല്ലാ ശക്തിയും അള്ളാഹുവിനാണെന്നും എല്ലാ ഫലവും അവന്റെ തീരുമാനമാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ബിസ്മി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ബിസ്മി ചെല്ലുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബിസ്മില്ലാഹി, അവിടെ ബിസ്മില്ലാഹി എന്ന് പറയാൻ പറ്റൂല. ബിസ്മില്ലാഹി ഹ ആണ്. നമ്മുടെ തൊണ്ടയുടെ നടുഭാഗത്ത് നിന്നുള്ള ഹ ആണ് അവിടെ വരുന്നത്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉച്ചരിക്കാൻ ശ്രമിക്കുക. ബിസ്മില്ലാഹി റഹ്മാനി റഹ്മാനി റഹീം. ഇതെല്ലാം ഹ ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ. ഇനി ഈ ഒരു ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ തുടക്കമായിട്ട് ഉള്ള ഒരു ദിക്റാണ്. ബിസ്മിയുടെ അടിസ്ഥാന അർത്ഥം എന്ന് പറയുന്നത് പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഖുർആന്റെ ഒന്നാമത്തെ സൂറത്തിന്റെ ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്താണ് ബിസ്മി എന്ന് പറയുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഞാൻ ഈ പ്രവൃത്തി എന്റെ കഴിവിലല്ല, മറിച്ച് അള്ളാഹുവിന്റെ സഹായത്തോടെയാണ് ആരംഭിക്കുന്നത് എന്നാണ്. ഇത് അഹങ്കാരം ഒഴിവാക്കിയിട്ട് വിനയം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ബിസ്മി ചൊല്ലുന്നതിലൂടെ നമുക്കൊരു കഴിവുമില്ലെന്നും അള്ളാഹു തന്ന നിയമത്ത് മാത്രമാണ് ഇതെന്നും ചിന്തിക്കാൻ നമ്മെ ഇത് പ്രേരിപ്പിക്കുന്നുണ്ട്. ബിസ്മി എന്ന് പറയുന്നത് ഒരു നിയ്യത്താണ്. ഇസ്ലാമിലെ പ്രവൃത്തികളുടെ മൂല്യം നിയത്തിനനുസരിച്ചാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ബിസ്മി ചൊല്ലുമ്പോൾ നിയ്യത്ത് ശുദ്ധമാകുന്നു. സാധാരണ പ്രവൃത്തി പോലും ഇബാദത്തായി മാറുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇബാദത്തായി മാറി. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് ചെയ്യുമ്പോൾ അത് ഇബാദത്തായി. ജോലി തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങുന്ന സമയത്ത് അത് ഇബാദത്തായി മാറി. സുബ്ഹാനല്ലാഹ്. ബിസ്മി ജീവിതത്തെ മുഴുവനും ഇബാദത്താക്കി മാറ്റാണ്. നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പോലും നമുക്ക് ഇബാദത്തിൽ മുഴുകാൻ വേണ്ടിയിട്ട് ബിസ്മി നമ്മളെ സഹായിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ പ്രവൃത്തികളെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മി എന്ന് പറയുന്നത് നമ്മളെ ഒരു നഫ്സിന്റെ ഫിൽറ്ററാണ്, നമ്മളെ മനസ്സിന്റെ ഫിൽറ്ററാണ്. ഒരു പ്രവൃത്തി തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലാൻ മനസ്സ് മടിക്കുന്നുണ്ടെങ്കിൽ അതൊരു സൂചനയാണ് ഈ പ്രവൃത്തി അള്ളാഹുവിന് ഇഷ്ടമല്ലായിരിക്കും, പാപത്തിലേക്കുള്ള വഴിയായിരിക്കും. അതിനാലാണ് ബിസ്മി ഹൃദയത്തിന്റെ അലാറം സിസ്റ്റം ആണെന്ന് പറയുന്നത്. നമ്മൾ തെറ്റുകളിലേക്ക് പോവാതെ നന്മ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ബിസ്മി നമുക്ക് ഒരു
കൈത്താങ്ങായിട്ട് ഒരു താക്കോലായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം ആണോ. അള്ളാഹ് എന്ന നാമത്തിന്റെ ആഴം, അള്ളാഹ്, ബിസ്മില്ലാ, ആ അള്ളാഹ് എന്ന നാമത്തിന്റെ ആഴം എത്രത്തോളമാണെന്നാൽ എല്ലാ സുന്ദര നാമങ്ങളുടെയും അടിസ്ഥാനം, അള്ളാഹുവിന്റെ എല്ലാ പേരുകളുടെയും അടിസ്ഥാനം എന്നുള്ളത് അള്ളാഹ് എന്നുള്ളതാണ്. സൃഷ്ടി, നിയന്ത്രണം, സഹായം എല്ലാം അവനിൽ ഏൽപ്പിക്കുകയാണ് നമ്മളെ. എല്ലാ ശക്തിയും അള്ളാഹുവിനാണ്, എല്ലാ ഫലവും അവന്റെ തീരുമാനത്തിനാണ്. നമുക്ക് പ്രവർത്തനം മാത്രമേ കഴിയുള്ളൂ അല്ലെ. പ്രവർത്തിക്കാനും അള്ളാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹുവിന്റെ ഞാമത്തും ഇറങ്ങണം, റഹ്മത്തും വേണം. അത് കൂടാതെ നമ്മളെ കൊണ്ട് ഒരിക്കലും റിസൾട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല അല്ലെ. അർ-റഹ്മാൻ അർ-റഹീം, ബിസ്മില്ലാഹി റഹ്മാനി റഹീം, ബി ഇസ്മി നാമത്തിൽ, ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ, റഹ്മാനി റഹീം റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ഇത് ഈ രീതിയിലാണ് വരുന്നത്. അപ്പം അർ-റഹ്മാൻ അർ-റഹീം എന്നത് പ്രതീക്ഷയുടെ ഒരു പഠനമാണ്. അർ-റഹ്മാൻ എന്നത് വിശ്വാസിയെയും അവിശ്വാസിയെയും ഉൾപ്പെടുത്തിയിട്ട് എല്ലാ സൃഷ്ടികൾക്കുമുള്ള ഇഹലോകത്തുള്ള ദയയാണ് നമ്മൾ കാണുന്നത് അർ-റഹ്മാൻ എന്നുള്ളത്. നമ്മുടെ നേരെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ, റഹ്മാനായ അള്ളാഹുവിന്റെ കാരുണ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കുക അസാധ്യമായ കാര്യമാണ്. അപ്പം എല്ലാ കാര്യങ്ങളിലും നമ്മളെ ഏതൊരു ചെറിയ ഒരു കണ്ണിമ ചിമ്മുന്നത് പോലും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. അതുപോലെ അർ-റഹീം, പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് ലോകത്തും ആഖിറത്തിലും ഉള്ള കാരുണ്യമാണ് അർ-റഹീം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരലോകത്ത് വിശ്വാസികൾക്ക് മാത്രമായിട്ടുള്ള കാരുണ്യം, ഇതാണ് അർ-റഹീം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസ്മി നമ്മളെ പഠിപ്പിക്കുന്നത് പേടിയോടെ അല്ല, പ്രതീക്ഷയോടെ ജീവിതം തുടങ്ങുക എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും ഏതൊരു കാര്യം പുതുതായി തുടങ്ങുമ്പോൾ നമുക്ക് പേടിയോടെ ആയിരിക്കും. എന്നാൽ ബിസ്മി ചൊല്ലുന്നതോടു കൂടി അവിടെ ഒരു പ്രതീക്ഷയാണ് മുട്ടിടുന്നത്. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യവും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ബിസ്മി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ, യാത്ര തുടങ്ങുമ്പോൾ, കത്തെഴുതുമ്പോൾ, പ്രധാന കാര്യങ്ങൾ ആരംഭിക്കുക എല്ലാം ബിസ്മി കൊണ്ടായിരുന്നു. ഇത് ഒരു സുന്നത്തായ ജീവിത ശൈലിയെ കൂടിയായിരുന്നു. ജീവിതം മുഴുവൻ ഇബാദത്താക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ചിരുന്നതും ബിസ്മി ആയിരുന്നു. അപ്പം നമ്മള് അതേ രീതിയിൽ ബിസ്മി എല്ലായിടത്തും ചൊല്ലുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൂടിയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അതിനുള്ള പ്രതിഫലം അധികരിക്കാൻ അത് കാരണമായി. ആണോ. ബിസ്മിയും ബർക്കത്തും, ബർക്കത്ത് എന്നത് നമ്മളെ കയ്യിൽ കുറച്ചുള്ളെങ്കിലും അതിന് കൂടുതൽ ഫലം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് നമ്മുടെ സമയത്തിലാവട്ടെ, പരിശ്രമത്തിലാവട്ടെ, അനുഗ്രഹത്തിലാവട്ടെ, ബിസ്മി ചൊല്ലുന്ന സമയത്ത് പ്രവൃത്തിയിൽ ബർക്കത്ത് ഉണ്ടാവുന്നു. ചെറിയ ശ്രമം പോലും വലിയ ഫലമാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടായിട്ടും അത് എങ്ങനെ ചെലവാകുന്നു, അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ച പോലെ ഒരു റാഹത്ത് മനസ്സിന് തരുന്നില്ലെങ്കിൽ, എപ്പോഴും ടെൻഷനും വിഷമങ്ങളും പ്രയാസങ്ങളുമായിട്ട് ജീവിതം പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബർക്കത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് കുറഞ്ഞ സമ്പാദ്യം ഉള്ളെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, മനസ്സമാധാനത്തോടെ ജീവിതം പോകുന്നുണ്ടെങ്കിൽ അതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. ബിസ്മി മറക്കുന്നത് മനുഷ്യരുടെ സ്വഭാവമാണ്. ഓർമ്മ വന്ന ഉടനെ ബിസ്മി ചൊല്ലാം. കുറ്റബോധത്തിന്റെ ആവശ്യമില്ല അവിടെ. ഇത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തെളിവാണ്. ബിസ്മി എന്ന് പറയുന്നത് പിശാചിനെ അകറ്റുന്ന ആയുധം കൂടിയാണ്. ബിസ്മി പിശാചിനെ ദുർബലമാക്കുന്നുണ്ട്, ദുഷ്പ്രേരണകളെ അകറ്റുന്നുണ്ട്, ഹൃദയത്തെ സംരക്ഷിക്കുന്നുണ്ട്. പിശാചിന് ഏറ്റവും വെറുപ്പുള്ളത് അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്ന ഒരു അടിമയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്ന ഒരു അടിമയാണ്. അപ്പം പിശാചിനെ വെറുപ്പിച്ചുകൊണ്ട്, പിശാചിനെ തള്ളി പറഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ പേരിൽ എല്ലാ കാര്യങ്ങളും തുടങ്ങാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഞാൻ ഏത് പ്രവൃത്തികളിലാണ് ബിസ്മി മറക്കുന്നതെന്ന് ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. ബിസ്മി എന്റെ നിയത്തിനെ എങ്ങനെ മാറ്റുന്നുണ്ടെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. ബിസ്മി പറഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കുന്ന തെറ്റുകൾ ഏതൊക്കെയായിരിക്കും? നമ്മൾ മൊബൈൽ എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് തെറ്റുകളിൽ നിന്ന് മാറ്റം വരാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? മ്യൂസിക്, അന്യ സ്ത്രീപുരുഷന്മാര്, അതുപോലെ പല കാര്യങ്ങളും നമ്മളെ മൊബൈലിൽ കാണാനിടയാവാറുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ ബിസ്മി നമുക്കൊരു കാരണമാവും. അതുപോലെ നമ്മുടെ നാവിനെ സംരക്ഷിക്കാൻ നമ്മൾ എന്ത് പറയാൻ തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ എവിടേക്ക് പോകുമ്പോഴും ബിസ്മി ചൊല്ലിക്കൊണ്ട് പോകുമ്പോൾ അത് ആ ഒരു കാര്യം വിജയത്തിലേക്ക് എത്താനും നമ്മുടെ ജീവിതത്തിൽ ബിസ്മി നമ്മൾ എല്ലാ മേഖലയിലും ഉൾപ്പെടുത്താനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൂടാതെ ബിസ്മി ചൊല്ലുന്നത് സബാനിയാക്കളിൽ നിന്ന് നരകത്തിലെ നരകത്തിലെ വാതിൽ അല്ലെങ്കിൽ നരകത്തെ തൊട്ട് ഉള്ള കാവലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. വെറും ഒരു ബിസ്മി ചൊല്ലുന്നത് കൊണ്ട് ഇത്രയും പ്രയോജനങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? ജീവിതത്തിന്റെ തുടക്കത്തിലുള്ള ഒരു വാക്കായിട്ട് ഓരോ ദിവസത്തിന്റെയും തുടക്കം ബിസ്മി കൊണ്ടാണ് അല്ലെ? ബിസ്മില്ലാ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വഇലൈഹിൻ നുശൂർ. ബിസ്മില്ലാ. ഈ രീതിയിലാവണം നമ്മുടെ ഓരോ ദിവസവും തുടങ്ങേണ്ടത്. ബിസ്മില്ല എന്നുള്ളത് പോലും ഈമാനിന്റെ ശബ്ദമാണ്. അള്ളാഹുവിന്റെ അത്രയും പ്രധാനപ്പെട്ട പേരുകൾ അടങ്ങിയ വാചകമാണ്. അതുപോലെ നമ്മുടെ ഈമാനിന്റെ ശബ്ദമായിട്ട് നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് പറയാൻ പറ്റും. നമ്മുടെ വിനയത്തിന്റെ അടയാളം. നമുക്ക് യാതൊരു കഴിവുമില്ല, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. നമ്മുടെ പ്രതീക്ഷയുടെ വാതിൽ കൂടിയാണ്. നമുക്ക് അള്ളാഹുവിന്റെ പേരിൽ തുടങ്ങുമ്പം അതിന് ബർക്കത്ത് തരുന്ന അള്ളാഹു പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ ബർക്കത്ത് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഓരോ കാര്യവും മുന്നോട്ട് പോകാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ഒരു മുസ്ലിമിന്റെ ജീവിതം ബിസ്മി കൊണ്ട് തുടങ്ങുകയും ബിസ്മി കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങൾ നടത്തുന്ന സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഇസ്ലാമിക് കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർക്ക് കമന്റ് ബോക്സിൽ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മാസം 300 രൂപയാണ് ഫീസ് വരുന്നത്. ഖുർആൻ, തജ്വീദ്, തഫ്സീർ, തർജമ, എങ്ങനെ നല്ല മുസ്ലിമേ ആവാം എന്നീ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അവിടെ കുറച്ച് സ്വർഗത്തിലേക്കുള്ള നല്ല കൂട്ടുകാരെ കിട്ടാനോ നമ്മളെ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് ഏറ്റവും ഉത്തമർ എന്ന് പറഞ്ഞ ആ ഒരു കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.